യാത്ര സീതത്തോട്ടിലേക്കാണ്. 4 വശവും മലകളാൽ അതിരിടുന്ന മണ്ണ്. പക്ഷെ എൻ്റെ യാത്ര അതിനൊന്നുമല്ല കേട്ടോ, ഒരു സിനിമ കാണാനാണ്. സിനിമ കാണാൻ സീതത്തോട്ടിലേക്കോ? ആ കഥ വഴിയേ പറയാം. അപ്പോൾ ഈ ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സിനിമാ തിയേറ്ററിലാണ്. അപ്പോൾ വോട്ട് തേടി നടക്കുന്നതിനിടയിൽ സിനിമ കാണാൻ കയറിയതാണോ എന്ന് ചോദിച്ചാൽ സിനിമ കാണാൻ കയറിയതല്ല, പക്ഷേ ഈ സിനിമാ തിയേറ്റർ കാണാൻ കയറിയതാണ്. ഈ സിനിമാ തിയേറ്ററിന്റെ പിന്നിൽ വളരെ ഭംഗിയായ ഒരു രാഷ്ട്രീയമുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓലക്കൊട്ടകയിൽ സിനിമ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സീതത്തോടിന്. കാലം മാറിയപ്പോൾ അതും പൂട്ടി. പിന്നെ സീതത്തോടുകാർക്ക് ഒരു സിനിമ കാണാൻ കിലോമീറ്ററുകൾ കടന്ന് പത്തനംതിട്ടയിലും കോന്നിയിലും പോകേണ്ടി വന്നു. വർഷങ്ങൾ പിന്നെയും മുന്നോട്ടൊഴുകി. വേറിട്ട കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ച് ജനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരൻ കോന്നിയുടെ ജനപ്രതിനിധിയായെത്തി. നാടിന്റെ എല്ലാ മേഖലകളെയും അയാൾ മാറ്റിയെഴുതി. നല്ല റോഡുകളും സ്കൂളുകളും ആശുപത്രികളുമൊക്കെയായി കോന്നി ജെൻസി കാലത്തിലേക്ക് മുഖം മിനുക്കി. നല്ലൊരു സിനിമാ സ്നേഹി കൂടിയായ ജനീഷ് കുമാറിന്റെ ആലോചനയിൽ മനോഹരമായൊരു സിനിമാ തിയേറ്റർ സീതത്തോട്ടിൽ തിരശ്ശീല ഉയർത്തി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു MLA മുൻകൈയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു സിനിമാ തിയേറ്റർ. ഗവി ഗാലക്സി 4K പ്രൊജക്ഷനിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ടിൽ വൻ നഗരങ്ങളെ വെല്ലുന്ന സിനിമാ അനുഭവം. ലണ്ടനിൽ പഠിക്കുന്ന ഗൗതം നാട്ടിലെത്തി സിനിമ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. ലണ്ടനിൽ പോയപ്പോഴുള്ള കോന്നിയല്ല അവധിക്ക് തിരികെ എത്തിയപ്പോൾ കണ്ടതെന്ന് ഗൗതത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നത് ഇപ്പം പൂട്ടി പോയിട്ട് ഒരു 20 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം 20 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒരു സിനിമ കാണുന്നത്. സ്ക്രീനൊക്കെ വളരെ നല്ലതാണ്, വലിയ സ്ക്രീനാണ്, 4K ആണ്, സീറ്റിംഗ് സൗണ്ടും എല്ലാം നമ്മുടെ ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ വീടിന് ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഉള്ള റോഡൊക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി, ഭയങ്കരമായിട്ട് മാറി. തിയേറ്ററിനെ ഏറ്റെടുത്ത് നാട്ടിലെ യുവതലമുറ പിള്ളേരുടെ ഒരു യൂത്തിന്റെ വൈബിനൊപ്പം നിന്നു. അതെ, MLA ഒരു സല്യൂട്ട് ഉണ്ടോ? പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ ഒന്ന് കാണുക. നേരത്തെ പത്തനംതിട്ട പോകണമായിരുന്നു, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വന്നതുകൊണ്ട് നല്ലതാണ്. എല്ലാത്തിന്റെയും ക്രെഡിറ്റ് MLA കൊടുക്കുന്ന നാട്ടുകാർ. ഉപതെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാർ MLA തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം അദ്ദേഹം തയ്യാറാക്കിയത് കോന്നിയിലെ ഒരു ടൂറിസം മാസ്റ്റർ പ്ലാനാണ്. ആ ടൂറിസം മാസ്റ്റർ പ്ലാനിലെ ഒരു ഭാഗമാണ് സീതത്തോട്ടിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും ഈ തിയേറ്റർ ഉൾപ്പെടുന്ന പദ്ധതികളെല്ലാം. 10 വർഷത്തിന് മുമ്പേ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന ഒരു സ്ഥലമായിരുന്നു ഈ സീതത്തോട്. ഇന്നതിനെ ഒരു പട്ടണ പ്രതീതിയിലേക്ക് കൊണ്ടുവരാനെ കൊണ്ട് ബഹുമാനപ്പെട്ട MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ MLAക്കാണ്, ജനീഷ് കുമാറിന് കിട്ടേണ്ടതാണ്. കാരണം പുറത്തുനിന്ന് ആളുകൾ വരുന്നു, ഇവിടെ ആളുകൾ വന്ന് വൈകിട്ട് ക്യാമ്പ് ചെയ്യുന്നു. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.